നമസ്കാരം രാജേഷേട്ടാ. സുഖമല്ലേ? ഇത് നമ്മുടെ രാജേഷേട്ടൻ, അഡ്വക്കേറ്റ് രാജേഷ് പൊളിയനത്ത്. രാജേഷേട്ടന് IBN മലയാളം ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. താങ്ക് യു. രാജേഷേട്ടൻ ആലപ്പുഴ ജില്ലയിലെ ഒരു പൊതുപ്രവർത്തകനാണ്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയും കടന്ന് നമ്മുടെ ഒരു സംസ്ഥാന നേതാവ് എന്നൊക്കെ പറയാവുന്ന തലത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകനാണ്. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമാണ് അദ്ദേഹം. രാഷ്ട്രീയത്തിനുപരി എല്ലാ പൊതുകാര്യങ്ങളിലും തൻ്റേതായ അഭിപ്രായമുള്ളയാളും ഏതൊരു വിഷയത്തിലും നിസ്വാർത്ഥമായ തരത്തിൽ ഒരു നേതൃത്വം നൽകുന്ന ആളുമാണ് രാജേഷേട്ടൻ. അടുത്ത സമയത്ത് രാജേഷേട്ടനെ ഇങ്ങനൊരു ഇൻ്റർവ്യൂവിൽ വിളിക്കാൻ കാരണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടുതലായിട്ട് ശ്രദ്ധിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് വിവിധ വിവാദങ്ങൾ വന്നപ്പോൾ അതിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം, എവിടെയാണ് പിഴവ് പറ്റുന്നത്, സമൂഹം എവിടെയൊക്കെ ചിന്തിക്കണം, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നവമാധ്യമങ്ങളിൽ കൂടി തൻ്റേതായ പ്രതികരണം രാജേഷേട്ടൻ നടത്തുകയുണ്ടായി. തീർച്ചയായിട്ടും അത് പൊതുസമൂഹം കൂടി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യകതയാണെന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് IBN മലയാളം ന്യൂസ് ചാനൽ രാജേഷേട്ടനെ ഇന്ന് അതിഥിയായി ഇവിടെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു സ്നേഹ സംഭാഷണത്തിലേക്ക് രാജേഷേട്ടനെ ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ് ഞാൻ സ്വാഗതം ചെയ്യട്ടെ. രാജേഷേട്ടാ, ഇപ്പോൾ 2018 പ്രളയം, അതേ തുടർന്ന് ആണ് ഈ ദുരിതാശ്വാസ നിധിയെപ്പറ്റി ഇത്രത്തോളം വിവാദങ്ങൾ വന്നത്. പ്രത്യേകിച്ച് എറണാകുളത്തെ CPMൻ്റെ നേതാവായിട്ടിരുന്ന സക്കീർ എന്ന ആൾ, അദ്ദേഹമാണ് ദുരിതാശ്വാസ നിധി വകമാറ്റി വിനിയോഗിച്ച് ആദ്യം ഒരു വിവാദം ഉണ്ടായത്. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കേട്ടു. സ്വന്തം അക്കൗണ്ടിലേക്ക് ദുരിതാശ്വാസ നിധിയിലെ ഫണ്ട് വാങ്ങിക്കുന്നു, അതുപോലെ തന്നെ ഇത് വകമാറ്റി ചെലവഴിക്കുന്നു, കൃത്യമായിട്ട് ആളുകളുടെ കയ്യിൽ എത്തുന്നില്ല. പ്രളയമൊക്കെ കഴിഞ്ഞു, ആ വിവാദം ഒന്ന് അടങ്ങി. അപ്പോഴാണ് വയനാട് ദുരന്തം വന്നത്. വയനാട് ദുരന്തം വന്നപ്പോഴത്തേക്ക് ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നും പ്രതികരിക്കാൻ തുടങ്ങി. നമ്മുടെ ആളുകൾക്ക് ഇക്കാര്യങ്ങളിലൊക്കെ കൃത്യമായ അവബോധമുണ്ടെന്ന് വേണം കരുതാൻ. ആ ഒരു സാഹചര്യത്തിൽ ഇതിപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു കാര്യമല്ലേ, ഇതിനെ എതിർത്താൽ എങ്ങനെയാ എന്നൊരു ചിന്തയും ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നു. ആ സമയത്താണ് കൃത്യമായിട്ട് നിയമവശങ്ങൾ പറഞ്ഞ് കാര്യമായ തരത്തിൽ ഒരു അവബോധം സൃഷ്ടിച്ചെടുക്കാൻ രാജേഷേട്ടൻ്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കമുണ്ടായിരുന്നു. ആ പോസ്റ്റ് വായിച്ചതായിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഈ വിഷയത്തിൽ ഉള്ള രാജേഷേട്ടൻ്റെ അഭിപ്രായം ഒന്ന് നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദുരിതാശ്വാസ നിധി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് വരുന്ന മാർഗത്തെക്കുറിച്ചാണ്. നമ്മളത് മനസ്സിലാക്കേണ്ടത്, എല്ലാ ബഡ്ജറ്റുകളിലും ഒരു കൃത്യമായ തുക ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. ബഡ്ജറ്റിൽ നിന്ന് അനുവദിക്കുകയാണ്. ഈ പൊതുജനങ്ങളിൽ നിന്ന് പിരിവായിട്ട്, അതായത് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് പൊതുജനങ്ങളോ അല്ലെങ്കിൽ കമ്പനികളോ അല്ലെങ്കിൽ നല്ല മനസ്സുള്ള വ്യക്തികളോ ഒക്കെ നൽകുന്ന സംഭാവനകൾ എന്ന് പറയുന്നത് ഈ ബഡ്ജറ്റിൽ നിന്ന് വരുന്ന പണത്തിൻ്റെ ഒരു നേരിയ പങ്കേ ഉള്ളൂ. കാരണം മറ്റേതെല്ലാ ബഡ്ജറ്റിൽ നിന്നും ഒരു നിശ്ചിത തുക കൃത്യമായി ദുരിതാശ്വാസ നിധിയിൽ, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറുന്നത് കൊണ്ട് അതൊരു നല്ല തുകയായിട്ട് എപ്പോഴും ആ നിധിയിലുണ്ട്. അപ്പം അതിന് പുറമെയാണ് ഈ സന്ദർഭങ്ങൾ, അതായത് ദുരന്ത സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ആൾക്കാർ സംഭാവനയായിട്ട് കൊടുക്കുന്നത്. അത് എപ്പോഴും ഒരു വ്യക്തിയുടെ, ഇപ്പം ഞാനിപ്പോൾ സംഭാവന കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ദുരന്തത്തെ നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ സഹജീവികൾ അതിജീവിക്കുന്നതിന് വേണ്ടിയാണ് ആ സംഭാവന. അതെന്ന് വെച്ചാൽ കുറേ ആൾക്കാരുടെ നല്ല മനസ്സിൻ്റെ പ്രതിഫലനമാണ് ഇവിടെ കാണുന്നത്. അതായത് നമ്മുടെ സഹജീവികൾക്ക് ബുദ്ധിമുട്ടാകും, ദുരന്തം ഉണ്ടാകും, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഉരുൾപൊട്ടലുണ്ടാകുന്നു. അപ്പോൾ നമ്മൾ സേഫായിട്ടിരിക്കുമ്പോൾ നമ്മുടെ സഹജീവികൾ അങ്ങനെ ദുരന്തം അനുഭവിക്കുമ്പോൾ നമ്മൾ ഒരു കൈത്താങ് അവർക്ക് കൊടുക്കുന്നതാണ് ചെയ്യുന്നത്. അത് ഏറ്റവും നല്ലൊരു സങ്കല്പമാണ് ഈ ദുരിതാശ്വാസ നിധി എന്നത്. ഞാൻ തീർച്ചയായിട്ടും ആ സങ്കല്പത്തെയും ആ സംവിധാനത്തെയും വളരെ ബഹുമാനത്തോടെ കാണുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഈ 2018 വലിയ പ്രളയത്തെ നമ്മൾ അഭിമുഖീകരിച്ച സമയം മുതലാണ് ഈ ദുരിതാശ്വാസ നിധിയിൽ ഒരുപാട് ക്രമക്കേടുകൾ നടക്കുന്നതും ആ ദുരിതാശ്വാസ നിധിയെ ജനങ്ങൾ സംശയത്തോടെ നോക്കിക്കാണാൻ തുടങ്ങിയതും ആ ദുരിതാശ്വാസ നിധി ഒരു കളിപ്പീര് പ്രസ്ഥാനമാണെന്ന് വരെയുള്ള പ്രചരണങ്ങൾ നടന്ന് ആ നല്ലൊരു ചിന്താ സംവിധാനത്തെ രണ്ട് പക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങൾ വീക്ഷിക്കാൻ കാരണമായി. അപ്പം ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്ര ഒരു നല്ല സങ്കല്പം
ജനങ്ങൾ എങ്ങനെ രണ്ട് രീതിയിൽ ചിന്തിക്കാൻ കാരണമായെന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് നിരന്തരമായ ആ ദുരിതാശ്വാസ നിധിക്ക് എതിരെ വന്ന ആരോപണങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കണം, ആ ആരോപണങ്ങൾ കഴമ്പില്ലാത്ത ആരോപണങ്ങളായിരുന്നോ വന്നേ നോക്കണം. അപ്പോൾ കഴമ്പില്ലാത്ത ആരോപണങ്ങളായിരുന്നില്ല വന്നത് എന്നതുകൊണ്ടാണ് കൂടുതൽ ആ ചർച്ചകളുണ്ടായത്. അതായത് ഒരു ദുരിതാശ്വാസ നിധിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായ ഈ സമയത്ത് അതിനെക്കുറിച്ച് എന്തായാലും ഇവിടെ പത്രപ്രവർത്തകരും പൊതുജനങ്ങളും അങ്ങനെ ഈ പൊതു താല്പര്യത്തിൽ നിൽക്കുന്ന ആൾക്കാർ, പൊതുജനങ്ങളുടെ കാര്യങ്ങളിൽ താല്പര്യത്തോടെ ഇടപെട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം അതിനെക്കുറിച്ച് തീർച്ചയായും പഠിക്കുകയും ഒരു പഠനം നടത്തും. ആ പഠനം നടത്തുമ്പോൾ ആദ്യം തന്നെ ആ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് നടത്തുന്ന ഈ ദോഷകരമായ ആരോപണങ്ങൾ തെറ്റാണെന്ന് വന്നിരുന്നെങ്കിൽ അത് അവിടെ തള്ളിപ്പോകുമായിരുന്നു. പക്ഷേ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് രാഷ്ട്രീയ കല്ലാൻ തുടങ്ങി. അതായത് CPM അനുകൂലിക്കുന്നവർ ദുരിതാശ്വാസ നിധി കൊടുക്കുന്നവർ, മറ്റുള്ളവർ ഇതിനെ എതിർക്കുന്നവർ, അങ്ങനെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് അവിടെ സൃഷ്ടിച്ചുകൊണ്ട് ഈ പറയുന്ന ദുരിതാശ്വാസ നിധിയിലെ അപാകതകൾ പരിഹരിക്കുന്നവരും രണ്ട് രാഷ്ട്രീയ വീക്ഷണങ്ങൾ കോണുകളിൽ ഇതിനെ നിർത്തി പരസ്പരം തർക്കിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഇത് ദുരിതാശ്വാസത്തിനെതിരെ പറയുന്നവർ സംസ്ഥാനദ്രോഹിയായി, സംഘിയായി, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായി, അങ്ങനെ പല രീതിയിലായി. അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്തൊരു രാഷ്ട്രീയ മാനം ഈ ദുരിതാശ്വാസത്തിലുണ്ട്. അപ്പോൾ അവിടെ സംഭവിച്ചെന്താ, ഈ ദുരിതാശ്വാസ നിധി എന്ന ആ നല്ല ഒരു കരുതൽ ധനത്തിൻ്റെ സാധ്യത വളരെയധികം കുറഞ്ഞു. ആ സംവിധാനത്തെ, ആ സിസ്റ്റത്തെ നശിപ്പിക്കുന്നതിലേക്ക് അത് കാര്യങ്ങൾ എത്തിയതാണ്. അത് സമൂഹത്തിനുണ്ടാക്കിയ ഏറ്റവും വലിയ ദോഷം. പിന്നെ രണ്ടാമത്, എന്ത് കാര്യത്തിന് ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഒരു മോശമായ കാര്യം സംസ്ഥാനത്ത് ദുരന്തങ്ങളോ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളോ അങ്ങനെ മറ്റെല്ലാം സംഭവിക്കുക, എല്ലാ നാടുകളിലും അത് പലപ്പോഴായിട്ട് സംഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഈ സംസ്ഥാനവും നമ്മുടെ രാജ്യവും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷമായി? ഇത്രയും കാലം മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ജനങ്ങളിൽ നിന്ന് തന്നെ പിരിച്ചാലേ ഈ ദുരന്തത്തെ നേരിടാൻ കഴിയത്തുള്ള ഒരു അവസ്ഥയിലാണോ ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്? ആ ഒരു ചോദ്യം വളരെ വലുതല്ലേ. അതായത് ഈ ദുരിതാശ്വാസ നിധിയിലെ ആ ഒരു ഫണ്ട് എടുത്തിട്ട് വലിയ വിവാദം ഉണ്ടായതാണ്. രണ്ട് ഇടതുപക്ഷ നേതാക്കൾക്ക്, അതാണ് അതിനകത്ത് രണ്ടാമത്തെ പോയിന്റിലേക്ക് അതിലേക്കാണ് ഞാൻ വരാൻ പോയത്. അതായത് ഇതിനൊരു രാഷ്ട്രീയ മാനം ഉണ്ടായപ്പോൾ ഒന്ന് ജനങ്ങൾ ശ്രദ്ധിച്ചു, ഉഴവൂർ വിജയൻ്റെ മരണാനന്തരം അവരുടെ കുടുംബത്തിന് സഹായധനമായിട്ട് 25 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തു. അങ്ങനെ കൊടുക്കാൻ നിയമപരമായിട്ടുള്ള ഒരു സാധ്യത അല്ല. ഈ ദുരിതാശ്വാസ നിധി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇപ്പം ഒരു സാധാരണ പൗരന് ഒരു ചികിത്സാ സഹായമായിട്ട് ദുരിതാശ്വാസ നിധി കൊടുക്കാം, നിയമപരമായ തടസ്സങ്ങളില്ല. അതിപ്പോൾ 10,000 രൂപയ്ക്ക് താഴെയുള്ളതാണെങ്കിൽ ജില്ലാ കളക്ടർക്ക് അനുവദിക്കാം. അതിന് മുകളിലുള്ളതാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് നേരിട്ട് അനുവദിക്കാൻ ഉള്ള നിയമപരമായ അധികാരം മുഖ്യമന്ത്രിക്കുണ്ട്. അത് വിനിയോഗിക്കുന്നത് തന്നെ ഈ പൊതുവായുള്ള ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അതിന് പൊതുവായിട്ട് കൊടുക്കാം, പാർശ്വവ്യാധികൾ സംഭവിച്ചാൽ അങ്ങനെ കൊടുക്കാം. അങ്ങനെ പൊതു ദുരന്തങ്ങൾ എന്ത് സംഭവിച്ചാലും അതിന് വിനിയോഗിക്കാം. അതിന് പുറമെ ഒരു ഇൻഡിവിജ്വലിന്, ഇപ്പോൾ ഒരു വളരെ റെയറായിട്ടുള്ള ഒരു നിർധന കുടുംബത്തിൽ ചികിത്സയ്ക്കൊന്നും സംഭവിക്കാത്ത ഒരു കുട്ടി ചികിത്സ ആവശ്യമുണ്ട്, ഒരു വലിയ സർജറി ആവശ്യമുണ്ട്, ദുരിതാശ്വാസ കൊടുക്കുന്നതിന് നിയമവശങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ അവിടെയാണ് രണ്ടാമത്തെ രാഷ്ട്രീയ പ്രശ്നം വരുന്നത്. പക്ഷേ ഉഴവൂർ വിജയൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകന് ഈ നിധിയിൽ നിന്ന് കൊടുത്തതിനകത്തെ നിയമപരമായ പ്രശ്നത്തിനേക്കാൾ കൂടുതൽ അതിനകത്തൊരു സാമൂഹികമായ പ്രശ്നമുണ്ട്. കാരണം പൊതുജനങ്ങൾ ആ ഒരു വ്യക്തി, ഇപ്പോൾ ഉഴവൂർ വിജയന് കൊടുത്തതെന്നോ ARB ഏതാളിന് കൊടുത്തെന്നുള്ളതല്ല, അങ്ങനെ കൊടുക്കുമ്പോൾ പൊതുജനം കരുതുന്നത് എന്താ, രാഷ്ട്രീയപരമായി ഭരിക്കുന്ന പാർട്ടിയോട് അടുപ്പമുള്ള ഒരാൾക്ക് ഒരു ദുരന്തം സംഭവിച്ചപ്പോൾ കൊടുത്തു. ആ വ്യാഖ്യാനം വരുമ്പോഴാണ് ആ ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്യുന്നതായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ദുരുപയോഗം ചെയ്യുന്നത് പിന്നെ രണ്ട്, ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് അതായത് CMൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്ന രീതിയിൽ ദുരിതാശ്വാസ ഫണ്ടുകൾ സ്വയം രൂപീകരിച്ച് അതിലേക്ക് പണം സ്വരൂപിക്കുന്നവരുണ്ട്. ഇത് ശരിക്കും CMൻ്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്രയധികം തുകകൾ ഇതിലേക്ക് വന്നു പറയുന്നത് ഈ കൊടുത്തവർക്കും അതിൻ്റെ വാർത്തകൾ വരുമ്പോൾ എന്തായാലും കൊടുക്കുമ്പോൾ അത് സോഷ്യൽ മീഡിയയിലോ പ്രിൻ്റ് മീഡിയയിലോ ഒക്കെ അത് വരും. അപ്പോൾ ഇത്രയും തുകകളൊക്കെ വന്നിട്ട് ഇത് എവിടെ വിനിയോഗിക്കുന്ന ഒരു സംശയം സ്വാഭാവികമുണ്ടാകും. അതിൽ പലതും ഈ CMൻ്റെ ഫണ്ടിലേക്കെന്നുള്ള തോന്നലുണ്ടാക്കുന്ന രീതിയിൽ മറ്റു പലരും പിരിച്ചെടുക്കുന്നതാണ്. അതിനും രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടാണ് ഉള്ളത്. കാരണം ആ പിരിക്കാൻ വരുന്നവരെല്ലാം രാഷ്ട്രീയ പ്രവർത്തകരാണ്, ഭരണകക്ഷികളുടെ. മനസ്സിലായി? അപ്പോൾ ആ പിരിക്കുന്ന പൈസ
കൊടുക്കുന്ന വ്യക്തിക്ക് അവൻ്റെ ആ കൊടുക്കുന്നയാൾ കൂടുതൽ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കിയൊന്നുമല്ല CM-ൻ്റെ ഫണ്ടിലേക്ക് കാണുന്നുള്ളൂ. പക്ഷേ അവൻ കൊടുക്കുമ്പോൾ അയാളുടെ മനസ്സിലെ ഇമ്പ്രഷൻ എന്ന് പറയുന്നത് ഇത് ആ ഫണ്ടിലേക്ക് ഞാൻ കൊടുക്കുന്നു, ഇത് ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള ഒരു ധാരണയിലാണ് കൊടുക്കുന്നത്. പിന്നീട് അതിനെക്കുറിച്ച് ദോഷകരമായ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ ഈ മുഴുവൻ ഫണ്ടിനെയും അഴിമതിയാണ് നടക്കുന്നത് എന്ന രീതിയിൽ മനസ്സിലാക്കുകയും ആ സംവിധാനം തകർന്നു പോവുകയും ചെയ്യും. അവിടെ ഒരു സംശയം, ഇപ്പോൾ ഈ ഉഴവൂർ വിജയന് കൊടുത്തു, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ചെങ്ങന്നൂരിൻ്റെ മുൻ MLA രാമേന്ദ്രൻ എന്ന ആൾ മരിച്ചപ്പോഴും ആ കുടുംബത്തിനെയും കടഭാരം തീർക്കുന്നതിന് വേണ്ടി ഫണ്ട് കൊടുത്തെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അതിന് പാർട്ടി അങ്ങനെ അതിന് മറ്റൊരു പ്രശ്നമാണ്, ഇങ്ങനെയൊരു സംവിധാനം അല്ലെങ്കിൽ ഒരു ആരോപണം വരുമ്പോൾ അത് ഇന്ന കാരണത്താൽ കൊടുത്തുന്ന ഒരു ഭരണ സംവിധാനമല്ല അതിനെ ന്യായീകരിക്കാനായിട്ട് പുറത്തു വരുന്നത്. അതിനെ ന്യായീകരിക്കാൻ പുറത്തു വരുന്നത് പാർട്ടി സംവിധാനങ്ങളാണ്. അവിടെ ആശയട്ടാ എൻ്റെ ഒരു സംശയം, ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ 2 നേതാക്കൾക്ക് കൊടുത്തതുപോലെ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനോ അല്ലെങ്കിൽ BJP-യുടെ ഒരു നേതാവിനോ ഇങ്ങനെ മരണപ്പെട്ടപ്പോൾ അല്ലെ അവരുടെ കടഭാരം കൊണ്ട് ബുദ്ധിമുട്ടായപ്പോൾ അങ്ങനെ കൊടുത്തതായിട്ടൊരു അറിവുണ്ടോ? അങ്ങനെ കൊടുത്തതായിട്ട് അറിവില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞ ഭരണകക്ഷിയുടെ രാഷ്ട്രീയപരമായി ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം കൊടുക്കുന്നു എന്നുള്ള അതിന് വേറെ നിയമപ്രശ്നമല്ല അവിടുത്തെ, അത് രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം കൊടുക്കാനുള്ള ഒരു ഏകപക്ഷീയമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പക്ഷപാതപരമായോ വിനിയോഗിക്കുന്ന ഒരു ഫണ്ടായിട്ട് ഇത് മാറി, അല്ലെങ്കിൽ ആ പ്രതീതി ജനങ്ങളിലുണ്ടായി. അത് അപ്പോൾ നേരത്തെ ഉള്ള സർക്കാരുകൾ, പിണറായി വിജയന് മുൻപുള്ള കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്തിരുന്നു. അതായത് അത് ഒറ്റപ്പെട്ട ഏതെങ്കിലും സഹായങ്ങൾ ചെയ്തിരുന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം എന്തായാലും നമ്മുടെ വിവാദമായിട്ടില്ല. ആരുടെയും ഇപ്പം തന്നെ ഈ പറയുന്ന സംഭവം ഉണ്ടായപ്പോൾ തന്നെ പകരം വെക്കാൻ വേണ്ടി പഴയ സംവിധാനങ്ങൾ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഭരണക്കാർ പഠിച്ചു കാണും, അവർക്കൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അല്ലെങ്കിൽ ഇതിന് തുല്യമായിട്ട് ഇപ്പോൾ കാര്യങ്ങളിലെല്ലാം രാഷ്ട്രീയപരമായിട്ട് ഒരേ ആരോപണം ഉണ്ടായാൽ അന്ന് അവരും അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞ് ബാലൻസ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ആന്തരീക്ഷം അല്ല, ഞാൻ ചെയ്തതിനകത്ത് തെറ്റില്ല എന്ന് സ്ഥാപിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്നും സ്ഥാപിക്കാൻ ഇല്ലാത്തടത്തോളം കാലം മുൻകാലങ്ങളിൽ ഈ ഫണ്ടിന് പേരുദോഷം ഉണ്ടാകുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും വന്നതായിട്ട് നമുക്ക് അറിയുന്നില്ല എന്നുള്ളതാണ്. ഇറക്കിയിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ ഇതിന് ഈ പറയുന്ന ബഡ്ജറ്റിൽ നിന്ന് ഈ ഫണ്ട് വരുന്നതിനപ്പുറം ഈ ദുരിതാശ്വാസ ഫണ്ടിനെക്കുറിച്ച് നിയമത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രവർത്തന രീതിയിൽ പറയുന്നിടത്തൊന്നും ഇത് ആരുടെയും കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്നതായിട്ട് പറയുന്നില്ല. പക്ഷേങ്കിൽ ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് ബലമായി തന്നെ പിടിച്ചെടുക്കുമായിരുന്നു. അതായത് പ്രളയ സമയത്ത് കർശനമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അതിന് ഒരുപാട് എതിർപ്പുകൾ ഭരണപക്ഷ യൂണിയനുകളിൽ നിന്ന് ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് കർശനമായിട്ട് കൊടുക്കാൻ പറഞ്ഞില്ല, കൊടുക്കുന്നവർ 5 ദിവസത്തെ കൊടുക്കുമോ അങ്ങനെയൊക്കെ കൊടുക്കാൻ പറഞ്ഞു. അതൊരു അഭ്യർത്ഥന പോലെ പറയുന്നുണ്ടെങ്കിലും അതൊരു കർശന സ്വഭാവത്തിലുള്ള പറച്ചിൽ തന്നെയാണ്. ഇത് നമ്മൾ സോമനസാലെ കൊടുക്കേണ്ട ഫണ്ടാണ്. നമ്മളായിട്ട് അങ്ങോട്ട് കൊടുക്കുന്ന ഫണ്ടാണെങ്കിൽ അത് സോമനസാലെ കൊടുക്കേണ്ട ഫണ്ടാണ്. അതിന് ഒരിക്കലും നിർബന്ധം പുലർത്താനോ അല്ലെങ്കിൽ അതൊരു ഭീഷണി സ്വരം ഉണ്ടാക്കാനോ പാടില്ല. പിന്നെ എനിക്ക് രണ്ടാമത് മനസ്സിലാവാത്ത ഒരു വലിയ കാര്യം, ഈ പറയുന്ന ദുരിതാശ്വാസത്തിനെ കുറിച്ച് 2 പക്ഷം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് വിമർശനങ്ങളുണ്ടാകും. നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നമുക്ക് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അതിൻ്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നതിന് ഈ വിമർശനങ്ങൾ ഉന്നയിക്കുക. ആ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടി തരണം. നിങ്ങളുടെ വിമർശനം ഇന്ന രീതിയിലല്ല, അത് തെറ്റാണ്, ആ തെറ്റാണെന്ന് കാണിക്കുന്ന തെളിവുകൾ ഞങ്ങൾ തരാം. അങ്ങനെ ജനങ്ങളെയും പൊതുജനങ്ങളെയും ആ വിമർശനത്തിൻ്റെ ശരിയായ വശം കാണിച്ച് ബോധ്യപ്പെടുത്തി വേണം എപ്പോഴും ഒരു ഭരണ നേതൃത്വമോ രാഷ്ട്രീയ നേതൃത്വമോ മുന്നോട്ട് പോകാൻ. പക്ഷേ വളരെ വിമർശിക്കേണ്ട ഒന്നാണ് ഈ CM ഫണ്ടിനെ കുറിച്ച് ആരെ എതിർത്ത് സംസാരിച്ചാൽ അവർക്കെതിരെ കേസെടുക്കുക. CM ഫണ്ടിനെ കുറിച്ച് എതിർത്ത് സംസാരിച്ചാൽ എന്തിന് കേസെടുക്കണം? ആ കേസുകളൊക്കെ കോടതി നിലനിൽക്കുമെന്നോ ഇവർക്കൊരുറപ്പിനുമില്ല എടുക്കുന്നത്. അത്രേ സംഭവിച്ചുള്ളൂ. കാരണം ഇപ്പോൾ എന്തുകൊണ്ടാണ് അവർ പറയും വിവരാവകാശം നോക്കിയാൽ കിട്ടത്തില്ലയോ, വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ ആർക്കൊക്കെ ഫണ്ട് കൊടുത്തതുമില്ല, ആർക്കൊക്കെ ഫണ്ട് കൊടുത്തെന്നുള്ള കാര്യം വിവരാവകാശത്തിൽ വരില്ല. കാരണം വിവരാവകാശം വരില്ല, എത്ര ഫണ്ട് ചിലവാക്കിയെന്ന് വരും. ഇപ്പം ഞാനിപ്പോൾ ദുരിതാശ്വാസത്തിൻ്റെ ഫണ്ടിൻ്റെ ഭാഗമായിട്ട് ഒരു ഫണ്ട് കൈപ്പറ്റിയാൽ എൻ്റെ ഒരു അഭിമാനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ സഹായം കൈപ്പറ്റിയ ആളല്ലെന്നുള്ളത് തിരിച്ചറിയാതിരിക്കാൻ ആ വ്യക്തിയുടെ പേര് മറച്ചു വെക്കും. മനസ്സിലായി? അത് മറച്ചു വെക്കുന്ന വേണ്ട, അങ്ങനെ വ്യക്തികളുടെ പേര് കൊടുക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ
ഇന്ന ഫണ്ടുകൾക്ക് ഇന്ന പ്രവർത്തനങ്ങൾക്ക് ഇത്ര രൂപ വിനിയോഗിച്ചെന്ന് പറയാമല്ലോ. അതിൻ്റെയും കൃത്യമായ കണക്കുകൾ ഇന്ന് ഈ പറയുന്ന വെബ്സൈറ്റിലില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ള എത്ര പേർക്ക് വേണമെങ്കിലും ഇത്തരത്തിൽ ഫണ്ട് കൊടുക്കാം. സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു സ്കൂൾ കെട്ടിടം അല്ലെ തകർന്നു പോയി, അപ്പോൾ അടിയന്തരമായിട്ട് അവിടെ പുതിയ ഫണ്ടിൽ ഒരു കെട്ടിടം വെച്ചു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അപ്പോൾ ഇന്നതിന് ചിലവാക്കി, ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്നതിന് ചിലവാക്കി എന്നെങ്കിലും പറയാമല്ലോ. അതും വ്യക്തമായിട്ട് ഇപ്പോൾ വെബ്സൈറ്റുകളിൽ ഇല്ലെന്നുള്ളതാണ് ഈ വിമർശനങ്ങൾ കൂടുതൽ ഉണ്ടാകാൻ കാര്യം. സുതാര്യമായിട്ട് അത് വെബ്സൈറ്റുകളിൽ അത് പ്രദർശിപ്പിച്ചു. ഈ ആരോപണം തന്നെ ആരോപണം ഉണ്ടായാൽ അതവിടെ ഇല്ലാവത്തില്ലേ? അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു IAS ഉദ്യോഗസ്ഥനോ അല്ലെ മറ്റേ ആരെങ്കിലും കൊണ്ട് വ്യക്തമായ കണക്കുകൾ ഏതെങ്കിലും രീതിയിൽ എന്തെല്ലാം മാർഗങ്ങളുള്ള സർക്കാരിന് അത് പ്രസിദ്ധപ്പെടുത്താൻ, അത് കൃത്യമായി പ്രസിദ്ധപ്പെടുത്തി ഇത്ര വന്നു, ഇത്ര ചെലവായി, ഇത്ര ബാക്കിയുണ്ട്, അത്രയല്ലേ ഉള്ളൂ. അത് ചെയ്തു കഴിഞ്ഞാൽ ഈ സംശയങ്ങളെല്ലാം മാറും. ഈ ഫണ്ടിനെ കുറിച്ചുള്ള ആരോപണങ്ങളില്ലാതാവും. ആ ആരോപണങ്ങൾ അപ്രകാരമാണ് ഇല്ലാതാക്കേണ്ടത്. മറിച്ച് ആരോപണം ഉന്നയിക്കുന്നവരെ പോയി ജയിലിടുക. ഇതിൻ്റെ പേരിൽ ജയിലിൽ വരെ പോയിട്ടുണ്ടെന്നാണ് നമ്മുടെ അറിവ്. അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധതയാണ്. കാരണം ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ അറസ്റ്റ് ചെയ്യുന്ന വാർത്ത കൂടുതലാകുമ്പോൾ ആ അറസ്റ്റ് ചെയ്ത വാർത്തയും വിമർശിക്കും ആൾ, ഇതിനകത്തെ സുതാര്യമില്ലായ്മയും വിമർശിക്കും. അപ്പോൾ വിമർശനം ഇരട്ടിക്കും, സംശയം ഇരട്ടിക്കും. സംശയിക്കുന്ന ആൾക്കാരുടെ ഭാഗം 2 നിന്ന് 4 ആകും. അതും ഈ ഫണ്ടെന്ന് പറഞ്ഞ സങ്കല്പത്തിനെ ദോഷമായിട്ടല്ലേ ബാധിക്കുന്നത്. അപ്പോൾ സർക്കാരിന് വ്യക്തമായ രീതിയിൽ അവരുടെ ഭാഗം എൻ്റെ കൈകൾ സംശുപ്തമാണെന്ന് പറയുന്നതിനകത്തൊരു അർത്ഥമുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ആ തെളിവ്, ആ വന്ന പൈസ എത്ര, ചിലവായ പൈസ എത്ര എന്ന് ജനങ്ങളുടെ മുന്നിൽ കാണിച്ചാൽ മതി. അതിൽ തീരും. പിന്നെ രണ്ടാമത് അവർ പറയുന്നുണ്ട് എന്തിനാ ഓഡിറ്റിങ്ങിന് വിധേയമാണല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഓഡിറ്റിന് വിധേയമാണല്ലോ എന്ന് പറയുന്നതിനകത്തും ശരിയുമുണ്ട്, എന്നാൽ അതിനകത്തൊരു മറക്കലുമുണ്ട്. കാരണം ഓഡിറ്റിന് വിധേയമായി, ശരിയാണ്, ഇത്ര പൈസ വന്നു, എത്ര പൈസ പോയെന്നൊക്കെ കുറേയൊക്കെ ഇപ്പോൾ അതും അത്ര സുതാര്യമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഓഡിറ്റിംഗ് ഉണ്ടെന്ന് അവർ പറയുന്നതിലെ വസ്തുത ഞാൻ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഉഴവൂർ വിജയന് കൊടുത്തു, അല്ലെങ്കിൽ കൊടിയേരി ബാലകൃഷ്ണൻ ഏതോ ഒരു ഗൺമാനോ അങ്ങനെ ആർക്കാണ്ടെന്തോ വ്യക്തികൾക്ക് കൊടുത്തുകൊണ്ട് തോന്നുന്നു, അങ്ങനെ ഒരാൾക്ക് കൊടുത്തു. അപ്പോൾ ആ കൊടുത്തത് ഇതിലുണ്ടല്ലോ. അപ്പോൾ ഓഡിറ്റിങ് നോക്കുമ്പോൾ അത് നിയമവിരുദ്ധമായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരാൾക്ക് കൊടുക്കാം, ഒരു അസുഖം വന്ന ആൾക്കോ ഒക്കെ കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് കൊടുത്തേ, അപ്പോൾ അത് ഓഡിറ്റിങ് വന്നു. അപ്പോൾ അയാൾക്ക് 1000 രൂപ കൊടുത്തുണ്ടെങ്കിൽ അത് ഓഡിറ്റിങ് കറക്റ്റായി. പക്ഷെ അതിനൊരുത്തൊരു പൊളിറ്റിക്കലി ഒരു തെറ്റുണ്ട്, അല്ലെങ്കിൽ സാമൂഹികമായിട്ടൊരു തെറ്റുണ്ട്, അല്ലെ തെറ്റായ ഒരു ചിന്ത അല്ലെങ്കിൽ സംശയം ഉയർത്തുന്ന ഒരു ചിന്ത മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ഒരു വശമുണ്ട്. ആ വശം ക്ലിയർ ചെയ്യുന്നില്ല. അതെങ്ങനെ ഓഡിറ്റിംഗ് ക്ലിയർ ആവും? അത് ഓഡിറ്റ് ക്ലിയർ ആവത്തില്ല. അത് ഓഡിറ്റിൽ ക്ലിയർ ആവണ്ട, അത് സോഷ്യൽ ഓഡിറ്റിലാണ് ക്ലിയർ ആവുന്നത്. ജനങ്ങളുടെ മുന്നിൽ ജനങ്ങൾ നടത്തുന്ന ഓഡിറ്റിലാണ് അത് ക്ലിയർ ആവേണ്ടത്. അത് പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഓഡിറ്റിങ്ങിന് വിധേയമാണെന്നുള്ളത് ഈ രീതി വന്നാൽ തന്നെ ആ ഫണ്ട് വിനിയോഗിച്ച വഴി എന്താണെന്നുള്ളത് ജനങ്ങൾ നോക്കുമ്പോൾ അവരുമായിട്ട് രാഷ്ട്രീയമായി അടുത്ത് വയ്ക്കുന്നവർക്കോ അല്ലെ വ്യക്തിപരമായിട്ട് അടുത്ത് വയ്ക്കുന്നവർക്കൊക്കെയാണ് ഭരണക്കാർക്ക്. അപ്പോൾ ഭരണക്കാർക്ക് അങ്ങനെ ചെലവാക്കുന്ന ഒരു ഫണ്ടാണത്. അവിടെ രാജേഷേട്ടാ മറ്റൊരു സങ്കടമുള്ളത്, ഇപ്പോൾ ഈ വിഷയങ്ങൾ ഇത്രയും കൃത്യമായി വ്യക്തമാക്കിയതുപോലെ എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന് ഇത് പൊളിച്ചെടുക്കാൻ കഴിയുന്നത്? ഇവിടെ പ്രതിപക്ഷം അമ്പെ പരാജയമാണെന്ന് തോന്നുന്നു. അല്ല, പ്രതിപക്ഷം ഇത് ഇപ്പോൾ ഈ ഒരു CM ഫണ്ടിൻ്റെ പ്രശ്നങ്ങൾ പൊളിച്ചെടുക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ അതിന് ശരിയായ രീതിയിൽ അതിനകത്തെ കുറവുകൾ ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയുന്നില്ല എന്നുള്ളത്, ഒരുപാട് സംഭവങ്ങൾ അവർക്ക് കഴിയാത്ത പോലെ ഒന്നും കഴിയുന്നില്ല. അത്രയും നമുക്ക് കരുതിയാൽ മതി. അവരെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കഴിയുന്നില്ലല്ലോ, അത് കഴിയുന്നില്ല. അപ്പം അതെ ഇവർക്കിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ വിഷയം അല്ലെങ്കിൽ പോലും ഞാൻ കാര്യം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണല്ലോ ADGPയുടെ പ്രശ്നം. അതായത് ADGP അവിടെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ADGP സ്വർണ്ണക്കടത്തിനകത്ത് ഭാഗമാണെന്നുള്ളതും ഒരു കൊലപാതകത്തെ ഭാഗമാണെന്നുള്ളതും അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ കണ്ടുവന്നിരിക്കുന്നു. അത് തെറ്റ ശരിയൊന്നല്ല പറഞ്ഞത്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, അതുപോലെ ഈ പറയുന്ന ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി അവിടെ സ്വജനപക്ഷപാതം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഒക്കെയുള്ള കാര്യം ഈ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ പ്രവർത്തിക്കുന്ന ഈ പ്രതിപക്ഷ MLA മാരാണ് കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്നത് ഭരണകക്ഷി ഒരു MLA ആണ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ പ്രതിപക്ഷത്തിനെ കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കഴിയാത്ത പോലെ
ഇതും കഴിയുന്നില്ല, അത്രയേ ഉള്ളൂ. ഈ LDFന്റെ ഒരു ഘടകകക്ഷിയാണോ UDF മൊത്തം? നമ്മളിപ്പോൾ എന്നേ മനസ്സിലാക്കിയതാണ്, അവരിവിടെ ഒന്നിച്ച് മത്സരിക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ. കേരളത്തിന് പുറത്ത് വരെ എല്ലാ അലയൻസിലും ഒന്നിച്ച് മത്സരിക്കുന്നവർ, അവർ രാഷ്ട്രീയപരമായിട്ട് സമാന ചിന്താഗതിയുള്ളവർ ഒക്കെ തന്നെയാണ്. അതിപ്പോൾ ജനങ്ങൾ ഇവിടെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇവിടെ രണ്ടുപേരും അവർ രണ്ടായിട്ട് നോമിനേഷൻ കൊണ്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതല്ലേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും BJPയെ തോൽപ്പിക്കാനാണെന്നുള്ള ഒരു ലേവൽ അടിച്ചിറക്കിയോണ്ട് അവരൊന്നിച്ച് മത്സരിക്കുക, അതല്ലേ നടക്കുന്നുള്ളൂ. അതിപ്പം കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അത് അവർ കൂടുതൽ പ്രായോഗിക രാഷ്ട്രീയ വോട്ടിംഗ് രാഷ്ട്രീയത്തിലേക്ക് അവരത് താമസിപ്പിക്കാതെ വലിയ രീതിയിൽ പ്രതിഫലിപ്പിക്കും. ഒന്നിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനം, ഇടത്തിൻ്റെ വെളുത്തിൻ്റെ ഒന്നിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് അവർ കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യിക്കും. എങ്ങനെ വോട്ടിൻ്റെ കാര്യത്തിൽ, വോട്ട് രാഷ്ട്രീയത്തിൽ അതെങ്ങനെ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ തന്നെ ഒരുപാട് എതിർപ്പുകൾ ജനങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ ഒരുപാട് സമരങ്ങൾ കണ്ടതല്ലേ, ഒത്തുതീർപ്പ് സമരങ്ങൾ, GP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൽ ഒത്തുതീർപ്പ് രാഷ്ട്രീയങ്ങൾ, അതിനുശേഷം സോളാറിലെ നിയമസഭ വളയൽ സമരത്തിലെ ഒത്തുതീർപ്പുകൾ, അങ്ങനെ എന്തെല്ലാം ഒത്തുതീർപ്പുകൾ ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ഒത്തുനിന്ന് ആദ്യം ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് 2 പ്രസ്താവന ഇറക്കാം, അത് കഴിഞ്ഞ് നമുക്ക് ഒത്തുതീർക്കുക, നിങ്ങളുടെ ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങളും അത് ഇങ്ങനെ ചെയ്തു തരാം, നമുക്ക് 2 പേർക്കും പ്രയോജനത്തിൽ മുന്നോട്ട് പോകാം എന്നുള്ളൊരു കച്ചവട മനസ്ഥിതിയുള്ള രാഷ്ട്രീയത്തിലേക്ക് ഭരണപക്ഷവും പ്രതിപക്ഷവും പോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിനകത്ത് സംശുദ്ധ രാഷ്ട്രീയ ചിന്തകളൊന്നും ഇവർ വെച്ച് പുലർത്തുന്നേ ഇല്ല. സാധാരണ ജനങ്ങളുടെ ഇനിയുള്ളൊരു പ്രതീക്ഷ എന്താണ്? സാധാരണ ജനങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് മൂന്നാമതൊരു കക്ഷി അധികാരത്തിലേറി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകും എന്നുള്ള സംശയമൊന്നുമില്ല. കാരണം ഈ പറയുന്ന ജനങ്ങളെ വെറും വിഡ്ഢികളാക്കുന്ന, ജനങ്ങൾ ഞങ്ങൾക്കൊന്നുമല്ല, ജനങ്ങൾ എന്ത് വേണേൽ ചിന്തിച്ചോട്ടെ, ജനങ്ങൾ ഏത് രീതിയിൽ വേണേൽ പ്രതിഷേധിച്ചോട്ടെ, ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല, ഞങ്ങളിങ്ങനെ അധികാരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇവിടെയൊക്കെ തന്നെ കാണും, ഞങ്ങൾക്ക് പകരം ഇവിടെ ആരും വരാൻ പോകുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ജനങ്ങൾ ഞങ്ങളെയൊക്കെ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കും എന്നുള്ള ആ ഒരു ധിക്കാര മനോഭാവം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്ന ഈ അധികാര വർഗത്തിൽ, അതായത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഈ ധാർഷ്ട്യം ജനങ്ങളോട് കാണിക്കുന്നത്. ആ ധാർഷ്ട്യം അവർ കാണിക്കണമെങ്കിൽ ജനങ്ങൾ ഞങ്ങളെ മാറ്റി നിർത്തുമെന്നൊരു ചിന്ത ഉണ്ടായാൽ മതി. ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയം ഇല്ലാതാകും, ഈ അഴിമതികൾ ഇല്ലാതാകും. ഈ അഴിമതികൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അന്വേഷണം നടത്തുന്നില്ല, ജനങ്ങൾ എന്ത് വിചാരിച്ച് ഞങ്ങൾക്ക് ഒരു നിന്നില്ല, ആ മനോഭാവം മാറും. പ്രതിപക്ഷം എന്ന് പറയുന്നത് ഞങ്ങളിവിടെ ചുമ്മാ ഇരുന്ന് ഞങ്ങളുടെ ആനുകൂല്യമൊക്കെ മേടിച്ച് ജീവിച്ചോളാം എന്നുള്ള അവരുടെ പ്രവർത്തിച്ചാൽ മാത്രമേ ഞങ്ങൾക്കും അംഗീകാരം കിടന്നുള്ള നിലപാട് വരും. അതെല്ലാം വരണമെങ്കിൽ ഇവിടെ ഒരു മൂന്നാമത്തെ ഒരു രാഷ്ട്രീയ മുന്നണി ഉദയം ചെയ്ത് വന്നേ പറ്റൂ. ആ മുന്നണിയിൽ പ്രാദേശികമായിട്ടുള്ള താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന അങ്ങനെയുള്ള ഘടകകക്ഷികളും കൂടുതൽ ഉത്തരവാദിത്വമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് വരണം. അത് ആ മുന്നണിയിലും ഉണ്ടാവണം. അതല്ലെങ്കിൽ ഇന്നിപ്പോൾ CPMൻ്റെ പോലെ ഇപ്പോൾ CPM ഇപ്പോൾ കൽപ്പിക്കുന്നു, ബാക്കി CPI ഉള്ളവർ വരെ അത് അനുസരിക്കുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഞങ്ങളിവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു പേരൊരു വിമർശനം നടന്നു, അതിലേക്ക് കാര്യങ്ങൾ പോയിട്ട് കാര്യമില്ല. അങ്ങനെ സംഘടനാപരമായിട്ട് ഘടകകക്ഷികൾക്ക് ശക്തിയുള്ള ഒരു പുതിയ മുന്നണി ഉയർന്നു വന്നാൽ മാത്രമേ ഈ രീതിയിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകത്തുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ആദ്യം പറഞ്ഞ വിഷയത്തിലേക്കൊന്ന് മടങ്ങി വരുവാണെങ്കിൽ ഈ ദുരിതാശ്വാസ നിധി തന്നെ കുറ്റമറ്റ ഒരു സംവിധാനമായിട്ട് പോകാൻ ചില നിർദ്ദേശങ്ങളൊക്കെ പങ്കുവയ്ക്കാം. അല്ല, കുറ്റമറ്റ രീതിയിൽ പോകുന്നതിന് ഇത് വളരെ എളുപ്പമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് കൃത്യമായിട്ട് ഇന്ന ബഡ്ജറ്റിൽ നിന്ന് വന്ന പൈസ ഇത്ര, അത് ഇന്ന വ്യക്തികൾ വഴിയോ അല്ലെ സംഘടനകൾ വഴിയോ ഒക്കെ വന്ന പൈസ ഇത്ര, അതിൽ ഇന്ന സ്ഥലങ്ങളിൽ ചിലവാക്കി. ഞാൻ പറയുന്നത് അതിനകത്ത് വ്യക്തികൾക്ക് കൊടുക്കുന്നത് ഒരു മാനുഷിക പരിഗണനയിൽ മറച്ചു വെച്ചാൽ പോലും അത് ഒഴിവാക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഒരാൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്ന് ഒരു സഹായം കിട്ടിയെന്ന് കരുതി അയാൾ സമൂഹത്തിന് വേണ്ടി കുറഞ്ഞു പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അത് സഹിതം പ്രസിദ്ധീകരിച്ച് വെബ്സൈറ്റിൽ കൃത്യ അപ്ഡേറ്റ് ആണെങ്കിൽ പിന്നെന്താ ആരോപണം ഉണ്ടാകും? അത് മാത്രമല്ല, രാഷ്ട്രീയപരമായിട്ട് അതിനകത്തൊരു കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ ആശ്രിതർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഭരണകക്ഷിയോടൊക്കെ ചേർന്ന് നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കൊടുക്കാതിരിക്കും. അവർക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ മറ്റ് ഫണ്ടുകൾ, സർക്കാർ വിചാരിച്ച മറ്റ് ഫണ്ടുകൾ തരപ്പെടുത്തിയോ അല്ലെങ്കിൽ അത് സ്വരൂപിച്ചോ ഒക്കെ കൊടുക്കുന്നതിന് തടസ്സമില്ല. പക്ഷേ ഇതിൽ നിന്ന് കൊടുത്താൽ ഈ സംവിധാനത്തിന് സംശയമില്ലാവും. അതുകൊണ്ട് ഒരു സജഷനാണ്. കാരണം അങ്ങനെ വ്യക്തത വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് കൃത്യമായി ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം.
വിവരാവകാശ പ്രകാരം ജനങ്ങൾ ചോദിച്ചാൽ കൃത്യമായിട്ട് കൊടുക്കണം. ഇതൊന്നും കൃത്യമല്ല. കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്തുവാ മറുപടിക്ക് വേണ്ടി കൊടുക്കുക. ഇപ്പോൾ അവർക്കും ബാധിക്കാന്നെങ്കിലും വിവരാവകാശം ചോദിച്ചിട്ട് കിട്ടിയില്ല, കിട്ടിയ 10 പേര് കാണും. പക്ഷേ 100 അപേക്ഷ ഉണ്ടെങ്കിൽ അതിനകത്ത് പലതിനകത്തും വ്യക്തതയില്ല, ചോദ്യത്തിന് വ്യക്തതയില്ല, അല്ലെങ്കിൽ ഇതിവിടെ ഈ വിവരം ലഭ്യമല്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അതൊക്കെ വിവരാവകാശ നിയമത്തെ പോലും അട്ടിമറിക്കലാണ്. വിവരാവകാശ നിയമപ്രകാരം നമ്മൾക്ക് കൃത്യമായ ഒരു മറുപടി ലഭിച്ചില്ലെങ്കിൽ ആ മറുപടിയിൽ നമ്മൾ തൃപ്തരല്ലെങ്കിൽ ഏത് ആൾക്കാണ് ഇതിന് അപ്പീൽ കൊടുക്കണമെന്നുള്ള കാര്യം ആ മറുപടി പറഞ്ഞിരിക്കണമെന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടേണ്ട മറുപടിക്കകത്ത് നമ്മൾ തൃപ്തരല്ലെങ്കിൽ നമ്മൾക്ക് അടുത്ത വഴി പോകാൻ, അതിനെ ചലഞ്ച് ചെയ്യാൻ നിയമം തന്നെ നമുക്ക് സൗകര്യം ഒരുക്കി തരുന്ന ഒരു നിയമമാണ്. വേറെ ഒരു കൗതുകത്തിന് ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ CPM-ന്റെ ദുരിതാശ്വാസ നിധിയെ പറ്റി, അല്ലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ പറ്റി ഇത്രയും വിമർശനങ്ങൾ, സംശയങ്ങൾ ആളുകൾക്കുണ്ടാകുന്നു. ഒരു പക്ഷേ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ ഈ CPM-മാർ ഇവിടെ അടങ്ങിയിരിക്കുമായിരുന്നു? ഒരിക്കലില്ല. കാരണം അവരതിനെ മുതലാക്കി സമൂഹത്തിലെ ഓരോ തെരുവുകളും പ്രക്ഷുബ്ധമാക്കിയതിന്. തീർച്ചയായിട്ടും എല്ലാ സമയത്തും അവർ സമരം മുഖം അഴിച്ചു വിടുക എന്നുള്ളതല്ല, അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയത്. കാരണം മുൻകാലങ്ങളിൽ അവർ അത്രയ്ക്ക് തെരുവുകളിൽ സമരം നടത്തിയിട്ടുണ്ട്, തെരുവുകൾ പ്രക്ഷുബ്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തും ഇവർ അവർ തന്നെ ഭരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ തന്നെ ചെയ്യുന്നത് ജനങ്ങളെല്ലാം സഹിച്ചോളും. ഞാൻ മുമ്പ് പറഞ്ഞു, ഒരു പ്രതിപക്ഷം പകരം തെരുവിലേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ ഒന്നുമില്ലല്ലോ. പിന്നെ ഇനിയും ഒരു മാർക്സിസ്റ്റ് പാർട്ടി പ്രതിപക്ഷത്ത് വന്നാൽ, കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു സമീപനം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒന്ന്, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവർ തമ്മിലുണ്ടാക്കിയ ഒത്തുതീർപ്പ് രാഷ്ട്രീയം ഇനിയും വർക്ക് ചെയ്യും. അത് കാരണം പണ്ടത്തെ പോലൊരു ഒരു ഒരു പ്രക്ഷോഭമായിട്ടൊന്നും CPM ഇറങ്ങാൻ പോകുന്നില്ല. 2, ഈ പറയുന്ന ഈ കഴിഞ്ഞ 8 വർഷത്തെ മിനിസ്ട്രി അധികാരത്തിലിരുന്നതിന് മുമ്പത്തെ ഒരു ചോദ്യമാണ് ആ ചോദിച്ചത്. അന്നുണ്ടായിരുന്ന സംഘടനാ മികവും സംഘടനാ ശക്തിയും ഇനിയുള്ള CPM-ന് പ്രതിനിധീകരിക്കുകയാണെങ്കിൽ ഉണ്ടാകുമെന്ന് ആരും കണ്ടു ഇത്തരം പ്രക്ഷോഭങ്ങൾ നടത്താൻ? അതിന് സാധ്യത കുറവാണ്. അതുകൊണ്ട് കോൺഗ്രസ് ഇനിയും ഭരണപക്ഷത്തിരിക്കുകയും ഇതുപോലെ സംഭവം ഉണ്ടായി അന്ന് CPM പ്രതിപക്ഷത്തിരിക്കുകയാണെങ്കിൽ പണ്ടുണ്ടായുള്ള സമരങ്ങൾക്ക് സാധ്യത കുറവാണെന്ന് ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ടി വരും. ജനത്തിനാണ് നഷ്ടവും. കാരണം അതിനകത്ത് ജനത്തിന് നഷ്ടം വരാൻ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ജനങ്ങൾ നമ്മളെ ഇഷ്ടത്തോടെ കൊടുക്കുന്ന ഒരു ഫണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നികുതി പണത്തിൽ നിന്ന് കൊടുക്കുന്ന ബഡ്ജറ്റിൽ അനുവദിക്കുന്ന പൈസ, അതിൽ ഏതാണെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് അറിയാനുള്ള റൈറ്റ് ഇല്ലേ? നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തെ അറിയണ്ടേ? നമ്മുടെ ഒരു വികാരമാണല്ലേ, നമ്മുടെ സഹതാപം ചൂഷണം ചെയ്ത്. അതെ, നമുക്ക് മറ്റുള്ളവരുടെ സഹതാപവും സ്നേഹവും കരുതലും എല്ലാം ഉണ്ട് ഈ പൈസ കൊടുക്കുന്നതിൽ. ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ കൊടുക്കുന്നതിനകത്ത് സ്നേഹമുണ്ട്, സഹതാപമുണ്ട്, മറ്റുള്ളവരുടെ ഇഷ്ടമുണ്ട്. പിന്നെ ഞാൻ സൂചിച്ച് അല്ലെങ്കിൽ ഞാൻ സേഫായിട്ട് കഴിയുമ്പോൾ മറ്റൊരാൾക്ക് ഒരു അപകടം പറ്റും അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായപ്പം എന്നാൽ ചെയ്യാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ നിധി സുതാര്യമാണെങ്കിൽ ഇപ്പം ഞാൻ പറയും അതിലേ കൊടുക്കാവുന്നു. കാരണം അതിന് പബ്ലിക് ഓഡിറ്റിംഗ് ഉണ്ട്, അല്ല ഓഡിറ്റിംഗ് ഉണ്ട്, അതിനകത്ത് വിവരാവകാശമുണ്ട്. ഞാൻ എത്ര എനിക്ക് വിശ്വാസമുള്ള ഒരു സംഘടനയ്ക്ക് കൊടുത്താലും അവർ ചെയ്യുന്നതിനോട് എനിക്ക് അത്രയും ഒരു ഓഡിറ്റിംഗ് കിട്ടുമോ? കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് അപ്പോൾ ഇവിടുത്തെ ഓരോ ജനങ്ങളും പറയും, നിങ്ങൾ ഏതെങ്കിലും ഒരു 100 രൂപ CM-നെ വണ്ടി കൊടുക്കാനേ പറയത്തുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായിട്ട് നിൽക്കുമ്പോഴും അഡ്വക്കേറ്റ് രാജേഷ് പുളിയത്തിനും താല്പര്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാനാണ്, അത് സുതാര്യമാണെങ്കിൽ. അങ്ങനെ ഏതൊരു മനുഷ്യനും ആ നിധിയെ, ആ ഒരു ഫണ്ടിനെ ഒന്നാമതായി കാണത്തക്ക വിധത്തിൽ അത് സുതാര്യമായിട്ടും വ്യക്തതയോടെ പരിപാലിക്കേണ്ട ചുമതല ഭരണകൂടത്തിനുണ്ട്. അതാണ് സംസ്ഥാന താല്പര്യം. ആ ഭരണകൂടത്തിന് ആ ഉത്തരവാദിത്വം അവർ നടപ്പാക്കണം. അങ്ങനെ നടപ്പിലാക്കിയാൽ ഈ വിമർശനമൊന്നും ഉണ്ടാകില്ല. വിമർശകരെ വിട്ടേക്കും. വിമർശകർ എന്താണ് പറയുന്നത് സുതാര്യമാക്കി വെച്ച വിമർശനങ്ങൾ അവിടെ തീരെയില്ലേ? അപ്പോൾ വിമർശകരെ തല്ലി ഒതുക്കാതെ, കേസെടുത്ത് ഒതുക്കാതെ നോക്കാതെ സിസ്റ്റം ക്ലിയർ ആക്ക്. അതാണ് അവർ ചെയ്യേണ്ടത്. അതുതന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞങ്ങൾക്കും പറയാനുള്ളത്. സിസ്റ്റം ക്ലിയർ ആക്കണം. അതേ ഇവിടെ ഉള്ളവരെല്ലാം ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഒരു സംഭാവന കൊടുക്കുന്നതിന് മലയാളികൾ ആരും തന്നെ എതിരല്ല. അവർക്ക് ആർക്കും എതിരഭിപ്രായമില്ല. അഡ്വക്കേറ്റ് രാജേഷ് പുളിയത്തിനെ പോലെയുള്ള പൊതുപ്രവർത്തകർ ഇത്തരം വിഷയങ്ങളിൽ നമുക്കൊരു അവബോധം സൃഷ്ടിക്കാൻ മുന്നിട്ടിറങ്ങിയതിന്റെ കാരണവും അതുതന്നെയാണ്. തീർച്ചയായിട്ടും ഇത്തരം സംവിധാനങ്ങൾ സുതാര്യമാക്കണം. ഇപ്പം ഉള്ളതിന്റെ ഇരട്ടിയായിട്ട് കൊടുക്കാൻ മനസ്സുള്ളവരാണ് ഓരോ മലയാളികളും. നന്ദി.
നമസ്കാരം. വിദേശ ജോലി ഇനി വിദൂരമല്ല. നെക്സ ഗ്ലോബൽ എമിഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ് വഴി നിങ്ങൾക്ക് വിദേശ ജോലി തേടി പോകാം ഈസിയായി. ഓസ്ട്രേലിയ, കാനഡ, ജർമ്മൻ എന്നിവിടങ്ങളിൽ PR ആഗ്രഹിക്കുന്നവർക്ക് ഡോക്യുമെന്റേഷനോട് കൂടിയ PR സർവീസും നേരിട്ടെത്തി ജോലി കണ്ടെത്താൻ സഹായിക്കുന്ന വിസിറ്റിംഗ് വിസ സർവീസുകളും ചെയ്തു നൽകുന്നു. ജർമ്മനി ലക്ഷ്യം വയ്ക്കുന്നവർക്ക് ജർമ്മനിയിലെത്തി 1 വർഷം വരെ നേരിട്ട് ജോലി അന്വേഷിക്കാനും താൽക്കാലിക ജോലി ചെയ്യാനും സാധിക്കുന്ന ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് നൽകുന്നു. കൂടാതെ എംബസി ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ സർവീസും ഷോ മണി അസിസ്റ്റൻസും അവൈലബിൾ ആണ്. IELTS ഇല്ലാതെ സ്റ്റുഡൻസ് വിസയും ലഭ്യമാണ്. ഫോർ മോർ ഡീറ്റെയിൽസ്, നെക്സ ഗ്ലോബൽ ഇമിഗ്രേഷൻസ് ആൻഡ് സ്റ്റഡി അബ്രോഡ്. ഫോൺ നമ്പർ 773610 6346 8714 556346.